രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി ഗോകുലം. ശ്രീ ഗണപതയേ നമഃ. നമസ്തേ. അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാക്കിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതീ ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനൻ പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു സ്വർണതൽപേ ഭവാനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാൽമജയോടും പള്ളിക്കുറുക്കു കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്ക സിംനീവനാന്തരെ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ധരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃത. തോന്നുന്നിത ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ജ്ഞാനദീനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേനകൾ. ലോകം നിജകർമ്മസൂത്രബദ്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷമധ്യസ്ഥ സുഖജന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജകർമാവശകതമൊക്കെയെന്നു കാമ്പുകൊണ്ടു നനച്ചതിൽ യദ്യദാഗതം തത്ര കാലാന്തരേ തത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ടു കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ വ്യർത്ഥമോർത്തോളം വിഷാദപ്രഹർഷാദികൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദയം. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലാമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ഭൂതജനം. ദൃഷ്ടമെല്ലാം മഹാമായേ ദിഭാവനാൽ. യുദ്ധം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തോ. തോണി വരുത്തുവെന്നപ്പോൾ ഗുഹൻ
നല്ല തോണിക്കും കൊണ്ടുവന്നാശു വണങ്ങിനൻ സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതം സൗമിത്രിണാദനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വീരാ മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനൻ ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും മംഗലാഭംഗിയം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവീ നമോസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇമു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീയാപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാൾ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊടുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൊള്ളുവതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായെങ്കിൽ ഏണാംഗബിംബാനനജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകുന്നയച്ചൊരു ഭൂതമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടു ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദവമൂലേ ദലാഢ്യ തൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനവ്യാധി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്വ കാണായി തുരുവടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനുണ്ടു തൻ ഭാമിനിയോടും മനുജനോടും വന്നു പാത്തിരിക്കുന്നീ തുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സലാ പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്ഥായ ഹസ്തേ സമാദായ സാർഘ്യവാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാപരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജനിതം. ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദാമി എന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. യുദ്ധമുക്തോട് ജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠാനരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണമെന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ജ്ഞാനറിഞ്ഞൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ.
ബ്രഹ്മണ പണ്ടു സംപ്രാപ്തിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനാവാസാവകാശമുണ്ടായതും ഞാനറിഞ്ഞിടിനേനിന്നതറിഞ്ഞടോ ജ്ഞാനദൃഷ്ട്വാ തവ ധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തി സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീമതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവാമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളോര് ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.